Hi all, welcome to ADA 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം CPO എക്സാം ആണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് എക്സാം സമയത്തൊക്കെ നമ്മൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരുത്താറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതെങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. പിന്നെ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സും ക്വിസസും മാഗസീൻസും ഒക്കെ നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മിസ്റ്റേക്സ് ടു അവോയ്ഡ് ആൻഡ് CPO എക്സാം ആണ്. നമ്മുടെ CPO എക്സാമിൽ നമുക്ക് കുറേ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ആദ്യം തന്നെ കൃത്യമായിട്ട് കവചം തീർക്കണം. അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറയാണ്, നമുക്ക് OMR മിസ്റ്റേക്സ് സാധാരണ രീതിയിൽ കുറേ പേർക്ക് വരാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് പോലും നമ്മൾ എപ്പോൾ പറഞ്ഞാലും ആർക്കെങ്കിലും ഒരാൾക്ക് വരും. OMR ഒക്കെ നമ്മൾ കൃത്യമായിട്ട് OMR ഷീറ്റ് കിട്ടുമ്പോൾ അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കോഡും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച OMRലുള്ള കോഡും എല്ലാം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാംസും മിക്സായി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ അതൊക്കെ നോക്കുക. എക്സാമിന്റെ കാറ്റഗറി നമ്പറും എക്സാമിന്റെ പേരും എഴുതാൻ വേണ്ടി നോക്കുക. രജിസ്റ്റർ നമ്പറൊക്കെ 2 പ്രാവശ്യം നോക്കിയതിന് ശേഷം ഫില്ല് ചെയ്യുക. കാരണം നമുക്കറിയാം എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ ഈ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് എന്തായിരുന്നു നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സാവധാനത്തിൽ വളരെയധികം സൂക്ഷിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നോക്കുക. പിന്നെ OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ഇത് ഈ ഒരു കളം ഫുള്ളായിട്ട് തന്നെ ബബിൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം, അല്ലെങ്കിൽ നടുവിൽ കുറച്ച് മാത്രം, ഇങ്ങനെയല്ല ഫുള്ളായിട്ട് ബബിൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിനെ പുറത്ത് കടക്കാതെയും നോക്കണം കേട്ടോ. അപ്പൊ അതാണ് OMRൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം എപ്പോഴും റീഡ് ട്വൈസ് എന്ന് പറയും. 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണ് എന്ന് തോന്നുമ്പോഴെന്തായാലും തെറ്റാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എളുപ്പമാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വായിക്കാത്ത മുമ്പ് തന്നെ ആൻസറിലേക്ക് പോകരുത്. 2 പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി സമയം എടുക്കുക. ഓക്കെ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോയിലല്ല വായിക്കേണ്ടത്. ശ്രദ്ധിച്ച് 2 പ്രാവശ്യം വായിച്ചാൽ മതി. സ്പീഡിൽ ശ്രദ്ധിച്ച് വായിക്കാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞ് എലിമിനേഷൻ മെത്തേഡ്, നമ്മൾ ഇപ്പോൾ 2024 കാണുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന. നിങ്ങൾ അതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അറിയോ, ഇപ്പൊ 3 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ 1 ഷുവർ ആണ്, അല്ലെങ്കിൽ 1 അറിയില്ല, അങ്ങനെ എന്തുണ്ടെങ്കിലും എലിമിനേഷൻ മെത്തേഡൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ഒരുപാട് സെഷൻ ചെയ്തിട്ടുണ്ട് എലിമിനേഷൻ മെത്തേഡ്. അറിയാത്തവർ പെട്ടെന്ന് ആ സെഷൻ ഒന്ന് തപ്പിയ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. 2 ദിവസം മുമ്പടക്കം ഞാൻ ചെയ്തതാണ്. അത് കാരണം ജസ്റ്റ് അത് നോക്കുക. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഇപ്പൊ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴെന്താ വെച്ചാൽ രണ്ടെണ്ണം വായിക്കുമ്പോഴും നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയമുണ്ടെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും അടുത്ത ഓപ്ഷൻസ് ഒക്കെ വായിച്ച് ഇരിക്കാം. അതല്ലെങ്കിൽ എന്തായിരുന്നു, പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കുക. അപ്പൊ അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എന്തായിരുന്നു, സെയിം ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, അപ്പൊ നമുക്ക് തോന്നും ഇത് എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓർത്തെടുക്കുകയാണ് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ വായിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തെടുക്കുമായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഓർത്തെടുക്കുന്ന അത്രയും സമയം എന്തായിരുന്നു നമ്മുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓർത്തെടുക്കുന്ന അത്രയും സമയം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഓർത്തെടുക്കുന്ന അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആക്കി കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒരുപാട് അറിയുന്ന ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് പോവും. ഓക്കെ, കാരണം ഫുള്ള് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സമയം തീരും. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കൂടുതലായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇരിക്കുക. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സാധാരണ രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കില്ലേ, എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. അതായത് ഇതിലെ എലിമിനേഷൻ മെത്തേഡ് അല്ല, അതായത് ഇതിലൊന്നും നമുക്കറിയില്ല, പക്ഷെ കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായിരുന്നു നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇതായിരിക്കും ആൻസർ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും PSC ഇപ്പൊ ചോദിക്കാറുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ആ രീതിയിൽ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക. കാരണം ഈ 100 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ 100 ക്വസ്റ്റ്യൻ നമുക്ക് അറിയണമെന്നൊന്നും ഉണ്ടാവില്ല. കുറേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമുക്ക് അറിയാത്ത ഉണ്ടാവും. കുറേയൊക്കെ എലിമിനേഷൻ മെത്തേഡും കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ യൂസ് ചെയ്യുക. അപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ വേണം എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ
സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിക്കുക, സ്പീഡ് ഓടിച്ചാടി എന്തായിരുന്നു പെട്ടെന്ന് തന്നെ ആൻസർ ബബിൾ ചെയ്യുക, അതുപോലെ തന്നെ OMR ഷീറ്റ് ശ്രദ്ധിക്കാതിരിക്കുക, ബബിൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം നാളെ നിങ്ങൾ എക്സാം ഹാളിൽ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളെ നന്നായിട്ട് എക്സാം എഴുതൂ. എക്സാം ഹാളിൽ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. എല്ലാവർക്കും അറിയാലോ, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവരിലും ഉണ്ടാവട്ടെ. പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഓർമ്മ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എക്സാം എന്നൊക്കെ പറയാം കേട്ടോ. എക്സാം കഴിഞ്ഞ ഉടനെ നമുക്ക് ആൻസർ കീ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ പറയണേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.